ഹലോ ഫ്രണ്ട്സ്, ടോക്ക് ഓൺലി PSCയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ 5th സ്റ്റാൻഡേർഡ് സോഷ്യൽ സയൻസിലെ 11 ചാപ്റ്റേഴ്സുകളിൽ നിന്നായിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. 31 ക്വസ്റ്റ്യൻസുകൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കംപ്ലീറ്റ് ആക്കിയതാണ്. ഇനി നമ്മൾ അടുത്ത 32ാമത്തെ ക്വസ്റ്റ്യൻ മുതലാണ് ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ 5th സ്റ്റാൻഡേർഡ് സോഷ്യൽ സയൻസിലെ 11 ചാപ്റ്ററുകൾ പഠിച്ചിട്ട് നിങ്ങൾക്ക് എത്രത്തോളം അത് റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നതിനുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങളതെല്ലാവരും നന്നായിട്ട് തന്നെ ഉപയോഗപ്പെടുത്തുക. ഓക്കെ, നമ്മൾ തുടങ്ങാൻ പോവുകയാണേ. 32ാമത്തെ ക്വസ്റ്റ്യൻ ഏതാണ്? ചൈനീസ് സംസ്കാരം നിലനിന്നിരുന്നത് ഏത് നദീതടത്തിലാണ് എന്നതാണ് അടുത്ത ക്വസ്റ്റ്യൻ. ചൈനീസ് സംസ്കാരം നിലനിന്നിരുന്നത് ഏത് നദീതടത്തിലാണ്? ഓപ്ഷൻ എ യൂഫ്രട്ടീസ്, ഓപ്ഷൻ ബി നൈൽ, ഓപ്ഷൻ സി ഹൊയാങ്ഹോ, ഓപ്ഷൻ ഡി ടൈഗ്രീസ്. ഏതാണ് ഇതിൻ്റെ ഉത്തരമായിട്ട് വരുന്നത്? ഓപ്ഷൻ സി ഹൊയാങ്ഹോയിലായിരുന്നു ചൈനീസ് സംസ്കാരം നിലനിന്നിരുന്ന നദീതടം എന്നറിയപ്പെടുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ 33ാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. മഹാസ്നാനഘട്ടത്തിൻ്റെ പ്രത്യേകത എന്ത്? മഹാസ്നാനഘട്ടത്തിൻ്റെ പ്രത്യേകത എന്ത്? ഓപ്ഷൻ എ ഹാരപ്പൻ സംസ്കാരത്തിൻ്റെ ശേഷിപ്പുകളിൽ പ്രധാനപ്പെട്ടത്, ഓപ്ഷൻ ബി മെസപ്പൊട്ടോമിയൻ സംസ്കാരത്തിൻ്റെ ശേഷിപ്പുകളിൽ പ്രധാനപ്പെട്ടത്, ഓപ്ഷൻ സി ഈജിപ്ഷ്യൻ സംസ്കാരത്തിൻ്റെ ശേഷിപ്പുകളിൽ പ്രധാനപ്പെട്ടത്. ഇവയൊന്നുമല്ല. എന്താണ് മഹാസ്നാനഘട്ടത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ? അതെന്തിൻ്റെ പ്രത്യേകതയായിരുന്നു? ഹാരപ്പൻ സംസ്കാരത്തിൻ്റെ ശേഷിപ്പുകളിൽ പ്രധാനപ്പെട്ടതാണ് എന്ത്? മഹാസ്നാനഘട്ടം എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? അടുത്തത് ക്യൂണിഫോം ലിപി നിലനിന്നിരുന്ന രാജ്യം ഏതാണെന്നാണ് ചോദ്യം. ക്യൂണിഫോം ലിപി നിലനിന്നിരുന്ന രാജ്യം. ഓപ്ഷൻ എ മെസപ്പൊട്ടോമിയ, ഓപ്ഷൻ ബി ഈജിപ്റ്റ്, ഓപ്ഷൻ സി ഹാരപ്പ, ഓപ്ഷൻ ഡി പാകിസ്ഥാൻ. ഏതാണ് ക്യൂണിഫോം ലിപി നിലനിന്നിരുന്ന രാജ്യം? മെസപ്പൊട്ടോമിയയാണ് എന്ത്? ക്യൂണിഫോം ലിപി നിലനിന്നിരുന്ന രാജ്യം. ക്ലിയർ ആവുന്നുണ്ടല്ലോ? അടുത്തത് 35ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. നൈലിൻ്റെ ധാനം എന്നറിയപ്പെടുന്ന രാജ്യം. നൈലിൻ്റെ ധാനം എന്നറിയപ്പെടുന്ന രാജ്യം മെസപ്പൊട്ടോമിയ, ഓപ്ഷൻ ബി ഈജിപ്റ്റ്, ഓപ്ഷൻ സി ഇറാഖ് ആൻഡ് ഓപ്ഷൻ ഡി ഹാരപ്പ. ഏതാണ് ഇതിൻ്റെ ഉത്തരം? ഇതൊക്കെ വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആട്ടോ. ഓപ്ഷൻ ബി ഈജിപ്റ്റാണ് നൈലിൻ്റെ ദാനം എന്നറിയപ്പെടുന്നത്. ഓക്കെ, 36ാമത്തെ ക്വസ്റ്റ്യൻ. സമൂഹത്തിലെ അടിസ്ഥാന ഘടകം ഏതാണ്? സമൂഹത്തിലെ അടിസ്ഥാന ഘടകം ഏതാണ്? ഓപ്ഷൻ എ വ്യക്തികൾ, ഓപ്ഷൻ ബി കുടുംബം, ഓപ്ഷൻ സി സംഘടനകൾ, ഓപ്ഷൻ ഡി കുട്ടികൾ. ഏതാണ് സമൂഹത്തിലെ അടിസ്ഥാന ഘടകമായിട്ട് അറിയപ്പെടുന്നത്? ഓപ്ഷൻ ബി കുടുംബമാണ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ. 2 or 3 അണുകുടുംബങ്ങൾ ഒരുമിച്ച് താമസിക്കുന്നത് അറിയപ്പെടുന്നത് എന്ത്? എ അണുകുടുംബം, ബി കൂട്ടുകുടുംബം, സി വിസ്തൃത കുടുംബം, ഡി ഇവയൊന്നുമല്ല. എന്താണ് ചോദ്യം? 2 or 3 അണുകുടുംബങ്ങൾ ഒരുമിച്ച് താമസിക്കുന്നത്. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം ഓപ്ഷൻ എ അണുകുടുംബം ആവില്ല എന്നല്ലേ. ഓപ്ഷൻ സി വിസ്തൃത കുടുംബം എന്നതാണ് അതിൻ്റെ ഉത്തരം കേട്ടോ. നെക്സ്റ്റ് 38ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ് നമ്മൾ. കുടുംബത്തിൻ്റെ സവിശേഷതകൾ എന്തൊക്കെയാണ്? ഒന്നാമതായിട്ട് പറയുന്നു സാർവലൗകികത, 2 വൈകാരിക ബന്ധം, 3 പരിമിതമായ വലിപ്പം, 4 ഉത്തരവാദിത്വ ബോധം. ഇതിൽ കുടുംബത്തിൻ്റെ സവിശേഷതകൾ ഏതെല്ലാമാണ് എന്നാണ് ചോദ്യം. ഇതിലേതാണ് വരുന്നത്? ഇതെല്ലാം കുടുംബത്തിൻ്റെ സവിശേഷതകൾ തന്നെയാണ്. സാർവലൗകികത, വൈകാരിക ബന്ധം, പരിമിതമായ വലിപ്പം, ഉത്തരവാദിത്വ ബോധം. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് വരുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. കുടുംബത്തിലൂടെ നമുക്ക് ലഭിക്കുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണ്? 39ാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. കുടുംബത്തിലൂടെ നമുക്ക് ലഭിക്കുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണ്? 1 അച്ചടക്കം, 2 മര്യാദ, 3 പങ്കുവയ്ക്കൽ, 4 സത്യസന്ധത. എന്താണ് ഇതിൻ്റെ ഉത്തരം വരുന്നത്? ഇതും എല്ലാം കുടുംബത്തിലൂടെ നമുക്ക് ലഭിക്കുന്ന ഗുണങ്ങൾ തന്നെയാണ് അല്ലേ. അച്ചടക്കം, മര്യാദ, പങ്കുവയ്ക്കൽ, സത്യസന്ധത എല്ലാം. അപ്പോൾ എന്ത് വരും? ഓപ്ഷൻ ബി ആണ് ഉത്തരമായിട്ട് വരിക. 40ാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. പ്രതിഫലം പ്രദാനം ചെയ്യുന്ന പ്രയത്നമോ വസ്തുക്കളെയോ അറിയപ്പെടുന്നത്? പ്രതിഫലം പ്രദാനം ചെയ്യുന്ന പ്രയത്നമോ വസ്തുക്കളെയോ അറിയപ്പെടുന്നത് എന്താണ്? ഓപ്ഷൻ എ വരുമാനം, ഓപ്ഷൻ ബി വരുമാന സ്രോതസ്, ഓപ്ഷൻ സി നികുതി, ഓപ്ഷൻ ഡി പാട്ടം. എന്താണ് ഇതിൻ്റെ ഉത്തരമായിട്ട് വരുന്നത്? ഓപ്ഷൻ ബി ആണ് അല്ലേ. ഓപ്ഷൻ ബി വരുമാന സ്രോതസ്.
അതാണ് പ്രതിഫലം പ്രദാനം ചെയ്യുന്ന പ്രയത്നമോ അല്ലെങ്കിൽ വസ്തുക്കളെയോ അറിയപ്പെടുന്ന പേര്. 41ാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. ഇന്ത്യയിൽ സാമ്പത്തിക വർഷം ഏതാണ്? ഏത് മുതൽ ഏത് വരെയാണ് ഇന്ത്യയിൽ സാമ്പത്തിക വർഷം എന്നറിയപ്പെടുന്നത്? ഓപ്ഷൻ എ മാർച്ച് 31 മുതൽ ഏപ്രിൽ 1 വരെ. ഓപ്ഷൻ ബി ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 വരെ. ഓപ്ഷൻ സി ജൂൺ 1 മുതൽ മെയ് 31 വരെ. ഓപ്ഷൻ ഡി ജാനുവരി 1 മുതൽ ഡിസംബർ 31 വരെ. ഇന്ത്യയിൽ ഏതാണ് സാമ്പത്തിക വർഷമായിട്ട് ഇപ്പോൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് നമ്മൾ? ഓപ്ഷൻ ബി ആണ്, ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 വരെ. ജാനുവരി 1 മുതൽ ഡിസംബർ 31 വരെ ആക്കിയ സംസ്ഥാനമൊക്കെ ഉണ്ട് നമ്മുടെ കറണ്ട് അഫെയറിൽ നമുക്ക് പഠിക്കാണ്ട്, അവിടേക്ക് നമ്മളിപ്പോൾ പോകുന്നില്ല. ഇന്ത്യയിൽ ഒരു സാമ്പത്തിക വർഷം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 വരെയാണ് എന്നത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അറിയാത്തവരൊന്നും കൂടി ഓർത്തു വയ്ക്കാം. 42ാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. ബഡ്ജറ്റ്, അതായത് വാർഷിക ബഡ്ജറ്റ് തയ്യാറാക്കുന്നത് ആരൊക്കെയാണ്? വാർഷിക ബഡ്ജറ്റ് തയ്യാറാക്കുന്നത് ആരൊക്കെയാണ്? ഓപ്ഷൻ എ കേന്ദ്ര സർക്കാർ. ഓപ്ഷൻ ബി സംസ്ഥാന സർക്കാർ. ഓപ്ഷൻ സി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ. ഓപ്ഷൻ ഡി ഇവയൊന്നുമല്ല. എന്താണ് വാർഷിക ബഡ്ജറ്റ് തയ്യാറാക്കുന്ന ആരൊക്കെയാണെന്നുള്ള ചോദ്യത്തിൻ്റെ ഉത്തരം വരുന്നത്? ഓപ്ഷൻ സി ആണ്, കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഒരുമിച്ചാണ് വാർഷിക ബഡ്ജറ്റ് തയ്യാറാക്കുന്നത്. 43ാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. ചുവടെ നൽകിയിരിക്കുന്നവയിൽ വരുമാന സ്രോതസ്സിൽ പെടാത്തത് ഏത്? ചുവടെ നൽകിയിരിക്കുന്നവയിൽ വരുമാന സ്രോതസ്സിൽ പെടാത്തത് ഏത്? സർക്കാർ ജോലി, രണ്ടാമതായിട്ട് തന്നുള്ളത് കാർഷിക ജോലി, 3 വീട്ടമ്മയുടെ ജോലി, 4 ഡോക്ടറുടെ ജോലി. ഇതിലേതാണ് വരുമാന സ്രോതസ്സായിട്ട് കണക്കാക്കാത്തത്? ഓപ്ഷൻ സി ആണ്, വീട്ടമ്മയുടെ ജോലിയാണ് താഴെ നൽകിയിരിക്കുന്നവയിൽ വരുമാന സ്രോതസ്സിൽ പെടാത്തത്. താഴെ നൽകിയിരിക്കുന്നവയിൽ വരുമാന സ്രോതസ്സിൽ പെടാത്തത് ഏതാണ്? വീട്ടമ്മയുടെ ജോലി. ഓക്കെ, താഴെ തന്നവയുമായി ബന്ധപ്പെട്ട ശരിയായ, അതായത് താഴെ തന്നവയുമായി ബന്ധപ്പെട്ട് ശരിയായ ജോഡികളോ അല്ലെങ്കിൽ ഓപ്ഷൻ, അതായത് താഴെ തന്നുള്ളതിൽ കറക്റ്റായിട്ടുള്ള ഓപ്ഷൻ തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ചോദ്യത്തിൽ ഒരു ടൈപ്പ് ചെയ്തതിൽ മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. അതായത് താഴെ തന്നവയുമായി ബന്ധപ്പെട്ട് ശരിയായവ തിരഞ്ഞെടുക്കുക. 1 റോഡ് നിർമ്മാണ ജോലി, 2 കച്ചവടം, 3 സർക്കാർ ജോലി, 4 ബാങ്ക് നിക്ഷേപം. ഇതിലെന്താ തന്നിട്ടുള്ള? ഓപ്ഷൻ എയിൽ തന്നിട്ടുണ്ട് റോഡ് നിർമ്മാണം, അതിന് ലാഭം കിട്ടുന്നു. കച്ചവടമാണെങ്കിൽ ശമ്പളം, സർക്കാർ ജോലി പലിശ, ബാങ്ക് നിക്ഷേപത്തിന് കൂലി. അങ്ങനെ ഓരോ തരത്തിലും 3-4 ഓപ്ഷൻസുകൾ തന്നിട്ടുണ്ട്. ഇത് കറക്റ്റായിട്ട് നോക്കി നോക്കൂ. ഏതാണ് ഇതിൻ്റെ ഉത്തരമായിട്ട് വരുന്നത്? ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ഉത്തരം കേട്ടോ. അതായത് റോഡ് നിർമ്മാണ ജോലിക്ക് കൂലിയാണ് കൊടുക്കുക, കച്ചവടം ചെയ്താൽ ലാഭമാണ് കിട്ടുക, സർക്കാർ ജോലിക്ക് ശമ്പളമാണ് ലഭിക്കുക, ബാങ്ക് നിക്ഷേപത്തിന് പലിശയാണ് കിട്ടുക. ഓക്കെ, ക്ലിയർ ആയല്ലോ? അതെല്ലാം ക്ലിയർ ആയിട്ട് വായിച്ചു നോക്കുക, എന്നിട്ട് ഏതാണ് ഉത്തരം എന്ന് കണ്ടുപിടിക്കുക. ഓക്കെ, 45ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? സ്വയം കത്തുന്ന ഭീമാകാരമായ ആകാശഗോളങ്ങൾ അറിയപ്പെടുന്നത് എന്താണ്? സ്വയം കത്തുന്ന ഭീമാകാരമായ ആകാശഗോളങ്ങൾ അറിയപ്പെടുന്ന പേര്. ഓപ്ഷൻ എ ഗ്രഹങ്ങൾ, ഓപ്ഷൻ ബി നക്ഷത്രങ്ങൾ, ഓപ്ഷൻ സി ഉൽക്കകൾ, ഓപ്ഷൻ ഡി ഉപഗ്രഹങ്ങൾ. ഏതാണ് സ്വയം കത്തുന്ന ഭീമാകാരമായ ആകാശഗോളങ്ങൾ? നക്ഷത്രങ്ങളാണ്. ഓപ്ഷൻ ബി നക്ഷത്രങ്ങളാണ് അതിൻ്റെ ഉത്തരം കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 46ാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. സൗരയൂഥത്തിലെ കേന്ദ്രം സൂര്യൻ ആണെന്ന് പറഞ്ഞത്. സൗരയൂഥത്തിൻ്റെ കേന്ദ്രം സൂര്യനാണെന്ന് പറഞ്ഞത് ആരാണ്? ഓപ്ഷൻ എ നിക്കോളാസ് കോപ്പർനിക്കസ്, ബി ടോളമി, സി ഹാലെ, ഡി ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ. ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ ആണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഉത്തരം എന്താണ്? 46ാമത്തെ സൗരയൂഥത്തിൻ്റെ കേന്ദ്രം സൂര്യനാണെന്ന് പറഞ്ഞത് നിക്കോളാസ് കോപ്പർനിക്കസ് ആണ് കേട്ടോ. കോപ്പർനിക്കസ് ആണ് അങ്ങനെ പറഞ്ഞത്. 47ാമത്തെ ചോദ്യം, ഉപഗ്രഹങ്ങൾ ഇല്ലാത്ത ഗ്രഹങ്ങൾ ഏതൊക്കെയാണ്? അതായത് പല ഗ്രഹങ്ങൾക്കും ഉപഗ്രഹങ്ങളില്ല, അത് ഏതൊക്കെയാണെന്നാണ് ചോദിക്കുന്നത്. ഏതൊക്കെയാണ്? ഓപ്ഷൻ എ വ്യാഴം ശനി, ഓപ്ഷൻ ബി യുറാനസ്, ഓപ്ഷൻ സി ബുധൻ ശുക്രൻ, ഓപ്ഷൻ ഡി ചൊവ്വ. ഇതിൽ ഏതൊക്കെ ഗ്രഹങ്ങൾക്കാണ് ഉപഗ്രഹങ്ങൾ, അതായത് സാറ്റലൈറ്റ്സുകളില്ലാത്ത
പ്ലാനറ്റുകൾ ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ സി, ബുധനും ശുക്രനും എന്തില്ല, ഉപഗ്രഹങ്ങളില്ല എന്ന് നമുക്കറിയാവുന്നതാണ്. അത് എഴുതാം. ഓക്കെ, അടുത്തത് 48ാമത്തെ ചോദ്യമാണ്. ഏറ്റവും ചെറിയ ഗ്രഹം ഏതാണെന്നാണ് 48ാമത്തെ ചോദ്യം. ഓപ്ഷൻ എ ബുധൻ, ഓപ്ഷൻ ബി ശുക്രൻ, ഓപ്ഷൻ സി ഭൂമി, ഓപ്ഷൻ ഡി ചൊവ്വ. ഏതാണ് ഏറ്റവും ചെറിയ ഗ്രഹം? ഓപ്ഷൻ എ ബുധനാണ് ഏറ്റവും ചെറിയ ഗ്രഹം. നമ്മൾ ഒരുപാട് കാര്യങ്ങളൊന്നും ഇതിലൂടെ ഡിസ്കസ് ചെയ്ത് പോകുന്നില്ല. ഇത് നമ്മൾ എന്ത് ലക്ഷ്യം വെച്ചിട്ടാണ് ചെയ്യുന്നത്? നമ്മൾ പഠിച്ച കാര്യങ്ങൾ എത്രത്തോളം നമുക്ക് റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട് അതൊന്ന് ചെക്ക് ചെയ്യാനുള്ള ടെക്സ്റ്റ് ബുക്കുകളിലൂടെ മാത്രം സഞ്ചരിച്ചുകൊണ്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആണ് നമ്മൾ ചെയ്ത് നോക്കുന്നത്. അപ്പോൾ നമ്മളതിൽ കൂടുതൽ വേറെ കാര്യങ്ങളൊന്നും ഡിസ്കസ് ചെയ്യേണ്ട എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം പഠിച്ചത് ഒന്ന് റിവിഷൻ ചെയ്യാൻ വേണ്ടി മാത്രമാണ് നമ്മൾ ഇവിടേക്ക് വരുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇത് ആ രീതിയിൽ തന്നെ കാണാം. പലർക്കും ഇത് വളരെ സിമ്പിളായിരിക്കും. അപ്പോൾ അവർ എന്ത് ചെയ്യണം, 2x അല്ലെങ്കിൽ 1.75x സ്പീഡ് കൂട്ടിയിട്ടിട്ട് വേണം അത് കേൾക്കാൻ കേട്ടോ. ഒരുപാട് സമയമൊന്നും കളയാൻ പാടില്ല. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. 49ാമത്തെ ക്വസ്റ്റ്യൻ. ചൊവ്വ ഗ്രഹത്തിന് എത്ര ഉപഗ്രഹങ്ങളുണ്ട്? ചൊവ്വ ഗ്രഹത്തിന് എത്ര ഉപഗ്രഹങ്ങളുണ്ട് എന്നാണ് ചോദ്യം. ഓപ്ഷൻ എ 1, ഓപ്ഷൻ ബി 2, ഓപ്ഷൻ സി 3, ഓപ്ഷൻ ഡി 4. എന്താണ് ഉത്തരം വരുന്നത്? ഓപ്ഷൻ ബി 2 എന്നതാണ് ചൊവ്വാഗ്രഹത്തിൻ്റെ ഉപഗ്രഹങ്ങളുടെ എണ്ണം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ 50ാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. നെപ്റ്റ്യൂണിന് ഒരു പ്രാവശ്യം സൂര്യനെ ചുറ്റി സഞ്ചരിക്കാൻ എത്ര വർഷം വേണം? നെപ്റ്റ്യൂണാണ്. നെപ്റ്റ്യൂണിന് ഒരു പ്രാവശ്യം സൂര്യനെ ചുറ്റി സഞ്ചരിക്കാൻ എത്ര വർഷം വേണമെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ 164 വർഷം, ഓപ്ഷൻ ബി 165 വർഷം, ഓപ്ഷൻ സി 166 വർഷം, ഓപ്ഷൻ ഡി 167 വർഷം. എത്രയാണ് വരുന്നത്? 164 വർഷമാണ് നെപ്റ്റ്യൂണിന് ഒരു തവണ സൂര്യനെ ചുറ്റാൻ വേണ്ടി വരുന്ന വർഷം എന്ന് പറയുന്നത്. നമുക്ക് 365 ഡേയ്സ് വരുന്ന പോലെ 164 വർഷം വേണം നെപ്റ്റ്യൂണിന് ഒരു പ്രാവശ്യം സൂര്യനെ ചുറ്റാൻ. ഓക്കെ, 51ാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. ചൊവ്വയുടെയും വ്യാഴത്തിൻ്റെയും ഇടയിലായി സൂര്യനെ വലം വയ്ക്കുന്ന പാറക്കഷ്ണങ്ങൾ, അതിനെന്താ പറയുക എന്നാണ് ചോദ്യം കേട്ടോ. എന്താണ്? ചൊവ്വയുടെയും വ്യാഴത്തിൻ്റെയും ഇടയിലായി സൂര്യനെ വലം വയ്ക്കുന്ന പാറക്കഷ്ണങ്ങൾ. ഓപ്ഷൻ എ ഉൽക്കകൾ, ഓപ്ഷൻ ബി വാൽനക്ഷത്രങ്ങൾ, ഓപ്ഷൻ സി ധൂമകേതു, ഓപ്ഷൻ ഡി ക്ഷുദ്രഗ്രഹങ്ങൾ. എന്താ പറയുക അതിനെ? ക്ഷുദ്രഗ്രഹങ്ങൾ എന്നാണ് കേട്ടോ പറയുക. ക്ലിയർ ആയിട്ടത് കൺഫ്യൂഷൻ ഇല്ലാതെ തന്നെ പഠിച്ചു വെക്കണേ. ചൊവ്വയുടെയും വ്യാഴത്തിൻ്റെയും ഇടയിലായിട്ട് സൂര്യനെ വലം വയ്ക്കുന്ന പാറക്കഷ്ണങ്ങളെ നമ്മൾ ക്ഷുദ്രഗ്രഹങ്ങൾ എന്നാണ് പറയുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 52ാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. ചന്ദ്രനിലേതുപോലെ നിരന്തരമായ ഉൽക്കാപതനം ഭൂമിയിൽ ഉണ്ടാകുന്നില്ല, എന്തായിരിക്കും കാരണം? ഉൽക്കാപതനം കേട്ടോ. ചന്ദ്രനിലേതുപോലെ നിരന്തരമായി ഉൽക്കാപതനം ഭൂമിയിൽ ഉണ്ടാകുന്നില്ല, എന്തായിരിക്കും കാരണം? ഓപ്ഷൻ എ ഭൂമിയിൽ അന്തരീക്ഷമുള്ളതിനാൽ, ഓപ്ഷൻ ബി ഭൂമി ഒരു ജീവമണ്ഡലമായതിനാൽ, ഓപ്ഷൻ സി ഭൂമി പടിഞ്ഞാറുനിന്നും കിഴക്കോട്ട് ഭ്രമണം ചെയ്യുന്നതിനാൽ, ഓപ്ഷൻ ഡി ഭൂമിയിൽ ജലാശയങ്ങൾ ഉള്ളതിനാൽ. എന്താണ് ഇതിൻ്റെ ഉത്തരം? വളരെ സിമ്പിളാണ്. ഭൂമിയിൽ അന്തരീക്ഷം ഉള്ളത് കൊണ്ടാണ് ഭൂമിയിൽ അതുപോലുള്ള ഉൽക്കാപതനങ്ങൾ സംഭവിക്കാത്തത്. ക്ലിയർ ആയല്ലോ? അടുത്ത 53ാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. ഭൂപടത്തിൽ കൂടുതൽ ഭാഗവും ഏത് നിറത്തിലാണ് ചിത്രീകരിച്ചിരിക്കുന്നത്? ഓപ്ഷൻ എ പച്ച, ഓപ്ഷൻ ബി നീല, ഓപ്ഷൻ സി വെള്ള, ഓപ്ഷൻ ഡി ഓറഞ്ച്. ഭൂപടത്തിൽ കൂടുതൽ ഭാഗവും ഏത് നിറത്തിലാണ് ചിത്രീകരിച്ചിട്ടുള്ളത്? ഓപ്ഷൻ ബി നീല നിറത്തിലാണ് ചിത്രീകരിച്ചിട്ടുള്ളത്. ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നന്നായി പഠിച്ചു വെക്കണം കേട്ടോ. അതായത് ഭൂപടവുമായി ബന്ധപ്പെട്ട് എന്തായാലും ചോദ്യങ്ങൾ പ്രതീക്ഷിക്കേണ്ടതാണ്. 54ാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. ഭൂഖണ്ഡങ്ങളെ വലിപ്പത്തിൻ്റെ അടിസ്ഥാനത്തിൽ ക്രമീകരിക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഭൂഖണ്ഡങ്ങളെ വലിപ്പത്തിൻ്റെ അടിസ്ഥാനത്തിൽ ക്രമീകരിക്കുക. അപ്പോൾ ഭൂഖണ്ഡങ്ങളെ വലിപ്പത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ആ ചാപ്റ്ററിൽ അതൊക്കെ വ്യക്തമായിട്ട് പഠിക്കുന്നുണ്ട്. എന്താണ് നോക്കി നോക്കൂ. ഓപ്ഷൻ എ ബി സി ഡി ഇതിലേതാണ് വരുന്നത് എന്ന് നോക്കുമ്പോൾ നമുക്ക് ഏത് മനസ്സിലാവും? ഏഷ്യ, ആഫ്രിക്ക, വടക്കേ അമേരിക്ക, തെക്കേ അമേരിക്ക, അന്റാർട്ടിക്ക, യൂറോപ്പ്, ഓസ്ട്രേലിയ. ഇതിന് പണ്ട് നമ്മൾ പഠിക്കുന്ന സമയത്ത് ഒരു കോഡ് കേട്ടോ. എന്താണെന്നറിയോ? ഏട്ടനെ ആരോ വന്നു
തിരക്കിയപ്പോൾ അമ്മയുടനെ ഓടി. ഏട്ടനെ ആരോ വന്നു തിരക്കിയപ്പോൾ അമ്മയുടനെ ഓടി. അതായത് ഏഷ്യ, ആഫ്രിക്ക, വടക്കേ അമേരിക്ക, തെക്കേ അമേരിക്ക, അന്റാർട്ടിക്ക, യൂറോപ്പ്, അതുപോലെ തന്നെ ഓസ്ട്രേലിയ. ഓക്കെ, ഈ കോഡ് വെച്ചിട്ടാണ് നമ്മളതൊക്കെ പഠിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അത് ഓർത്ത് വയ്ക്കാൻ പറ്റുന്നവർ ഓർത്ത് വയ്ക്കുക, അല്ലെങ്കിൽ ഓരോരുത്തർക്കും ഓരോ ടൈപ്പ് കോഡുകൾ ഉണ്ടാവുമല്ലോ അല്ലേ. 55ാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. എവറസ്റ്റ് കൊടുമുടി ഏത് രാജ്യത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഏത് രാജ്യത്തിലാണ് എവറസ്റ്റ് കൊടുമുടി സ്ഥിതി ചെയ്യുന്നത്? ഓപ്ഷൻ എ ഭൂട്ടാൻ, ഓപ്ഷൻ ബി നേപ്പാൾ, ഓപ്ഷൻ സി മ്യാൻമാർ, ഓപ്ഷൻ ഡി ഇന്ത്യ. എല്ലാവർക്കും അറിയുന്നുണ്ടാവും, ഓപ്ഷൻ ബി നേപ്പാളിലാണ് നമ്മുടെ എവറസ്റ്റ് കൊടുമുടി സ്ഥിതി ചെയ്യുന്നത്. 56ാമത്തെ ചോദ്യം നോക്കൂ. ഏതാണ് 56ാമത്തെ ചോദ്യം? കൂടുതൽ പ്രദേശങ്ങളും മരുഭൂമിയായിട്ടുള്ള വൻകര. കൂടുതൽ പ്രദേശങ്ങളും മരുഭൂമിയായിട്ടുള്ള വൻകര ഏതാണ്? ഓപ്ഷൻ എ ആഫ്രിക്ക, ഓപ്ഷൻ ബി അന്റാർട്ടിക്ക, ഓപ്ഷൻ സി യൂറോപ്പ്, ഓപ്ഷൻ ഡി അമേരിക്ക. ഏതാണ് കൂടുതൽ പ്രദേശങ്ങളും മരുഭൂമിയായിട്ടുള്ള വൻകര വരുന്നത്? ഓപ്ഷൻ എ ആഫ്രിക്കയാണ്. ഓക്കെ, ഈ ചാപ്റ്റർ നമ്മൾ വളരെ ക്ലിയർ ആയിട്ട് പഠിക്കണം കേട്ടോ, കാരണം ഒരുപാട് കൺഫ്യൂസിങ് ഫാക്ട്സ് വരുന്ന ഭാഗമാണ് അത്. 57ാമത്തെ ചോദ്യം നോക്കൂ. നൈൽ നദി എത്ര രാജ്യങ്ങളിലൂടെയാണ് ഒഴുകുന്നത്? ഓപ്ഷൻ എ 10, ഓപ്ഷൻ ബി 11, ഓപ്ഷൻ സി 12, ഓപ്ഷൻ ഡി 13. എത്ര രാജ്യങ്ങളിലൂടെയാണ് നൈൽ നദി ഒഴുകുന്നത്? ഓപ്ഷൻ ബി 11 എന്നാണ് അതിൻ്റെ ഉത്തരം കേട്ടോ. ആ രാജ്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു വെക്കണേ. 58ാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. ഇന്യൂട്ടുകൾ അഥവാ എക്സിമോകൾ, എക്സിമോൾ അല്ല കേട്ടോ, എക്സിമോകൾ ഏത് ഭൂഖണ്ഡത്തിലാണ് കാണപ്പെടുന്നത്? ഇന്യൂട്ടുകൾ അഥവാ എക്സിമോകൾ ഏത് ഭൂഖണ്ഡത്തിലാണ് കാണപ്പെടുന്നത്? ഓപ്ഷൻ എ വടക്കേ അമേരിക്ക, ഓപ്ഷൻ ബി തെക്കേ അമേരിക്ക, ഓപ്ഷൻ സി യൂറോപ്പ്, അതുപോലെ തന്നെ ഓപ്ഷൻ ഡി അന്റാർട്ടിക്ക. എവിടെയാണ് ഈ സാധനം കാണുന്നത്? ഇത് വളരെ കൺഫ്യൂസിങ് ആട്ടോ പലർക്കും, കാരണം നമ്മൾ തെറ്റിയിട്ടാണ് പലരും ഇതിൻ്റെ ഉത്തരം എഴുതുന്നത് കണ്ടിട്ടുള്ളത്. ഓപ്ഷൻ എ വടക്കേ അമേരിക്ക. ക്ലിയർ ആയിട്ട് പഠിച്ചു വയ്ക്കുക കേട്ടോ. ഇന്യൂട്ടുകൾ അഥവാ എക്സിമോകൾ കാണപ്പെടുന്ന ഭൂഖണ്ഡം വടക്കേ അമേരിക്ക ആണ് കേട്ടോ. അടുത്തത് 59ാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. സുപ്പീരിയർ, മിഷിഗൺ, ഹ്യൂറൻ, ഇറി, ഒൻറ്റാരിയോ എന്നീ പഞ്ചമഹാതടാകങ്ങൾ ഏത് ഭൂഖണ്ഡത്തിൽ ആയിട്ടാണ് കാണപ്പെടുന്നത്? ഓക്കെ, സുപ്പീരിയർ, മിഷിഗൺ, ഹ്യൂറൻ, ഇറി, ഒൻറ്റാരിയോ എന്നീ പഞ്ചമഹാതടാകങ്ങൾ എവിടെയാണ് കാണപ്പെടുന്നത്? ഓപ്ഷൻ നോക്കൂ. ഓപ്ഷൻ എ തെക്കേ അമേരിക്ക, ഓപ്ഷൻ ബി വടക്കേ അമേരിക്ക, ഓപ്ഷൻ സി അന്റാർട്ടിക്ക, ഓപ്ഷൻ ഡി യൂറോപ്പ്. എവിടെയാണ് കാണപ്പെടുന്നത്? വടക്കേ അമേരിക്കയിലാണ് ഈ പഞ്ചമഹാതടാകങ്ങൾ കാണപ്പെടുന്നത് കേട്ടോ. 60ാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. ആമസോൺ നദി ഏതു വൻകരയിലാണ്? ആമസോൺ നദി ഏത് വൻകരയിലാണ്? ഓപ്ഷൻ എ ഓസ്ട്രേലിയ, ഓപ്ഷൻ ബി ആഫ്രിക്ക, ഓപ്ഷൻ സി തെക്കേ അമേരിക്ക, ഓപ്ഷൻ ഡി വടക്കേ അമേരിക്ക. എവിടെയാണ് ആമസോൺ നദി കാണപ്പെടുന്നത്? ഓക്കെ, ആമസോൺ നദി കാണപ്പെടുന്നത് തെക്കേ അമേരിക്കയിലാണ് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ 60 ക്വസ്റ്റ്യൻ വരെയാണ് ചെയ്തിട്ടുള്ളത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ 31 എണ്ണം ചെയ്തു. ഇന്ന് ബാക്കി ഒരു 29 എണ്ണം കൂടിയായിട്ട് നമ്മൾ എത്ര ക്വസ്റ്റ്യൻ ചെയ്തു? 60 ക്വസ്റ്റ്യൻ ചെയ്തു. 5ാം ക്ലാസ്സിലത്തെ സോഷ്യൽ സയൻസിലെ 11 ചാപ്റ്റേഴ്സ് എന്നായിട്ടാണ് നമ്മൾ 60 ക്വസ്റ്റ്യൻ ചെയ്തത്. ഇനിയുണ്ട് നമുക്ക് 101 ക്വസ്റ്റ്യനാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ നിന്ന് പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുള്ളത്. അടുത്തൊരു ക്ലാസ്സായിട്ട് നമ്മളത് കംപ്ലീറ്റ് ആക്കുന്നതായിരിക്കും ഗൈസ്. പിന്നെ എനിക്കൊരു കാര്യം കൂടി നിങ്ങളോട് പറയാനുള്ളത്, നമ്മൾ ഫസ്റ്റ് 31 ക്വസ്റ്റ്യൻ ചെയ്യുന്ന സമയത്ത് ഈ 18ാമത്തെ ക്വസ്റ്റ്യൻ താഴെ പറയുന്ന വർഷങ്ങൾ ഏത് നൂറ്റാണ്ടിലാണെന്ന് കണ്ടെത്തുക. അത് നമുക്ക് പിന്നെ പറയാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എങ്ങനെയാണ് നൂറ്റാണ്ട് ഏതാന്ന് കണ്ടെത്തുക? ഫസ്റ്റ് AD എടുക്കുക. AD 2014 ഇത് ഏത് നൂറ്റാണ്ടിലാണെന്ന് കണ്ടെത്താൻ ഈ ലാസ്റ്റത്തെ 2 എണ്ണം മാറ്റുക. അപ്പോൾ ബാക്കി 20 അല്ലേ കിട്ടുക, +1 ചെയ്യുക. അപ്പോൾ എത്ര കിട്ടും? 21ാം നൂറ്റാണ്ട് എന്ന് കിട്ടും. ക്ലിയർ ആയോ? അപ്പോൾ ഇത് 21ാം നൂറ്റാണ്ടാണ് നമുക്ക് മനസ്സിലായി. ഓക്കെ, ക്ലിയർ. ഇനി അടുത്ത് നോക്കൂ, 2ാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. അത് AD എത്രയെന്ന് തന്നിട്ടുണ്ട്? 1947. അതിൽ ലാസ്റ്റത്തെ 2 എണ്ണം മാറ്റിയാൽ ബാക്കി 19 +1 ചെയ്തിട്ടുണ്ടെങ്കിൽ 20. അപ്പോൾ അതെന്താണ്? 20ാം നൂറ്റാണ്ടാണെന്ന് മനസ്സിലായി. ഇത് 20ാം നൂറ്റാണ്ടാണ്. ഓക്കെ, നെക്സ്റ്റ് 3ാമത്തെ നോക്കൂ. AD 1857. അതിൽ 57 മാറ്റിക്കഴിഞ്ഞാൽ ബാക്കി 18 +1 ചെയ്താൽ 20.
അല്ല 18+1 19, സോറി കാൽക്കുലേഷൻ ആകെ തെറ്റിപ്പോവും അല്ലേ, 19. അപ്പോൾ അത് 19-ാം നൂറ്റാണ്ടാണെന്ന് കിട്ടി. ദെൻ ഇതിലേക്ക് വരിക, അതായത് 261 BC എന്ന് പറഞ്ഞാൽ ലാസ്റ്റത്തെ മാറ്റിയ 2 + 1 = 3. അപ്പോൾ അത് 3-ാം നൂറ്റാണ്ടാണെന്ന് മനസ്സിലായി. അതുപോലെ തന്നെ 326 BC ലാസ്റ്റത്തെ മാറ്റിക്കഴിഞ്ഞാൽ ബാക്കി 3, ലാസ്റ്റത്തെ ക്യാൻസൽ ചെയ്താൽ ബാക്കി 3 + 1 = 4. അപ്പോൾ അത് 4-ാം നൂറ്റാണ്ടാണെന്ന് കിട്ടി. അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് കറക്റ്റ് ഓർഡർ 21, 20, 19, 3, 4 അങ്ങനെയാണത് കണ്ടുപിടിക്കുക കേട്ടോ. അതൊന്ന് ചെയ്തു നോക്കുക കേട്ടോ എല്ലാവരും. ഓക്കെ, അപ്പം ഇന്ന് നമ്മൾ ഇത്രയാണ് ഡിസ്കസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഉപകാരപ്രദമാവുന്നുണ്ട് എന്നുള്ള ഒരു വിശ്വാസത്തിലാണ് ഞാനത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും നന്നായി പ്രിപ്പയർ ചെയ്യുക. LDC ഇനിയും പല ജില്ലകളിലും നടന്നിട്ടില്ല, അങ്ങനെയുള്ള ആളുകൾക്കും ഇത് വളരെ ഉപകാരപ്രദമായിരിക്കും. പിന്നെ നമ്മളുടെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റിൻ്റെ നോട്ടിഫിക്കേഷൻ ഏകദേശം ഒക്ടോബറോട് കൂടിയിട്ട് വരും എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അതായത് സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ് ഒക്ടോബറിലാണ് വരിക. ഒക്ടോബറിൽ നോട്ടിഫിക്കേഷൻ വന്നാൽ ഏകദേശം ഒരു 6 months അല്ലെങ്കിൽ 7 monthsൻ്റെ ഉള്ളിൽ പ്രിലിംസ് നടക്കാൻ ചാൻസ് ഉണ്ട്. അതായത് ഏപ്രിൽ മെയ് മാസങ്ങളിലായിട്ട് എന്ത് പ്രതീക്ഷിക്കാം, നമുക്ക് സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റിൻ്റെ പ്രിലിംസ് പ്രതീക്ഷിക്കാം. പ്രിലിംസിന് പ്രിപ്പയർ ചെയ്യുക മാത്രമല്ല, നമ്മൾ പ്രിലിംസിൻ്റെയോടൊപ്പം തന്നെ നമ്മൾ എന്ത് വേണം, മെയിൻസിനും പ്രിപ്പയർ ചെയ്യണം. പ്രിലിംസിന് നമ്മൾ ഡിഗ്രി ലെവൽ പ്രിലിംസിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ മലയാളം 10 മാർക്കിനാണ് ഉണ്ടാവുക, ഇംഗ്ലീഷ് 20 മാർക്കിനാണ് ഉണ്ടാവുക, മാത്സും 20 മാർക്ക്, അതായത് ടോട്ടൽ 50 മാർക്ക്. ബാക്കി 50 മാർക്കിനാണ് നമുക്ക് GK പഠിക്കേണ്ടി വരിക. എന്നാൽ മെയിൻസിന് മലയാളം 10 മാർക്ക്, ഇംഗ്ലീഷ് 10 മാർക്ക്, മാത്സ് 10 മാർക്കാണ് ഉണ്ടാവുക. ഈ പാർട്ട് 70 മാർക്കാവും. അങ്ങനെയാണ് വരിക. അപ്പോൾ ഏത് രീതിയിൽ പഠിക്കുകയാണെങ്കിലും നമുക്കൊന്നും ഒഴിവാക്കാനില്ല, എല്ലാം ക്ലിയർ കട്ടായിട്ട് തന്നെ നമ്മൾ പഠിക്കണം. അപ്പോൾ അതുകൊണ്ട് ഇപ്പം തന്നെ പഠിച്ചു തുടങ്ങുക. സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ് നോട്ടിഫിക്കേഷൻ വരാൻ വേണ്ടി ആരും വെയിറ്റ് ചെയ്യേണ്ട. നമ്മൾ ഇതിൽ ഇടുന്നതെല്ലാം ഡിഗ്രി പ്രിലിംസിനും മെയിൻസിനും ഒക്കെ യൂസ്ഫുൾ ആവുന്ന രീതിയിലുള്ള ക്ലാസ്സുകൾ തന്നെയാണ്. നമ്മൾ എക്കണോമിക്സിൻ്റെ ക്ലാസ് വളരെ അടുത്ത് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. അത് ഡിഗ്രി പ്രിലിംസിൻ്റെ സിലബസ് വെച്ചിട്ട്, അതായത് ഫസ്റ്റ് നാഷണൽ ഇൻകം എന്നുള്ള ടോപ്പിക്ക്, അങ്ങനെ വരുന്ന ടോപ്പിക്കുകളുണ്ടല്ലോ, അത് ഓരോ ടോപ്പിക് വൈസ് ഏറ്റവും നന്നായിട്ട് നമ്മൾ ഇതിൽ ക്ലാസ് ഉണ്ടാവുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളെല്ലാവരും അത് കാണുക, സപ്പോർട്ട് ചെയ്യുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം.